പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 59. എനിക്ക് വിലയിട്ട് അച്ഛൻ ഒരു തുക നിശ്ചയിക്കാൻ നിൽക്കണ്ട. എനിക്ക് സ്ത്രീധനം 1 രൂപ കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞാൽ ഈ വിവാഹം ഞാൻ വേണ്ടെന്ന് വയ്ക്കും. ആദിലക്ഷ്മി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ ആനന്ദിനെ നോക്കി. സത്യമായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ട ഒന്നും. ആനന്ദ് അവളുടെ നോട്ടം കണ്ടതും പറഞ്ഞു. ആദിലക്ഷ്മി അവിടെ നിന്നും ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും പെണ്ണുടക്കിയെന്ന് തോന്നുന്നു. ആദികേശ് പറഞ്ഞു. നീ ചെല്ല്, നീ പറഞ്ഞ് അവളെ ഒന്ന് ആശ്വസിപ്പിക്ക്. അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് കേട്ടപ്പോൾ ഉള്ള ദേഷ്യത്തിൽ പോകുന്നതാണ്. ആദികേശ് പറഞ്ഞതും ആനന്ദ് മുകളിലേക്ക് നോക്കി. പിന്നെ പടികൾ കയറി അവൻ ആദിലക്ഷ്മിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടു സോഫയിൽ തലയും താങ്ങി പിടിച്ച് ഇരിക്കുന്ന അവളെ. അവൻ ഡോർ അടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി? എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അച്ഛൻ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും അറിയാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഞാൻ നിന്റെ മനസ്സറിയാത്ത ഒരാളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ പെണ്ണിനെ മാത്രം മതിയെന്നും 1 രൂപ പോലും സ്ത്രീധനം ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ അവളുടെ കൈകളിൽ പിടിച്ചു. സത്യമായിട്ടും ഞാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിലെല്ലാവരും എന്തു പറഞ്ഞു? അവൾ ചോദിച്ചു. അവർ എന്തു പറഞ്ഞു എന്ന് ഞാൻ നോക്കിയില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. വഴക്കായോ? അവൾ ചോദിച്ചു. എന്തിന്? എൻ്റെ പെണ്ണിൻ്റെ സ്വത്ത് കണ്ടിട്ടാണോ അവർ ഇത്രയും നാളും ജീവിച്ചത്? എൻ്റെ പെണ്ണിനെ അവളുടെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്, അല്ലാതെ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കനും അവൻ്റെ വീട്ടുകാർക്കും വേണ്ടിയല്ല. ആനന്ദ് പറഞ്ഞതും ആദിലക്ഷ്മി അവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ചു. സോറി, അവൾ പറഞ്ഞു. എന്തിന്? എനിക്ക് എൻ്റെ പെണ്ണിനെ നന്നായിട്ടറിയാം. ഇത്തിരി എടുത്തുചാട്ടമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലേ? അത് ഞാൻ അങ്ങ് സഹിച്ചോളാം, പോരെ? അവൻ പറഞ്ഞു. ഇതേ സമയം താഴെയിരുന്ന് അനന്തപത്മനാഭനും അംബികയുമെല്ലാം അവരുടെ വീടുകളിലേക്ക് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് കുടുംബകാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരിയെയും കൊണ്ട് മുകളിലേക്ക് പോകാനായി പടികൾ കയറിയതും അളിയൻ എവിടെ പോവാ? ആദികേശ് ചോദിച്ചു. ഞാനോ? ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാ. എന്താ, വരുന്നോ? സണ്ണി ചോദിച്ചു. അതിന് ഇങ്ങോട്ടല്ലേ പോവേണ്ടത്? മുകളിലേക്കാണോ എനിക്കുള്ള പെണ്ണിരിക്കുന്നത്? ഞാനേ ഒരു പെണ്ണിനെ കാണാൻ പോവുകയാ എന്നാ പറഞ്ഞത്, അല്ലാതെ നിനക്കുള്ള പെണ്ണിനെ കാണാൻ പോവുകയാണ് എന്നല്ല പറഞ്ഞത്, സണ്ണി പറഞ്ഞു. അങ്ങനെ റൂമിൽ കയറിയതും സണ്ണി വാതിലടച്ചു. അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട്, ഗൗരി, സത്യത്തിൽ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്നറിയോ? സണ്ണി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അറിയോ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ താഴെ പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ ഈ കണ്ണുകളിലെ പിടപ്പ്, എന്നെ തിരിച്ചറിയില്ലേ ഇച്ഛായ എന്നുള്ള ഒരു ചോദ്യം ഈ കണ്ണുകളിൽ ഉള്ളതായി എനിക്ക് തോന്നി. പക്ഷേ അതിനേക്കാൾ അപ്പുറം മറ്റൊന്നുണ്ട്. എന്താണെന്നറിയോ? അവൻ ചോദിച്ചതും അവൾ മനസ്സിലാവാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സണ്ണി ആ സമയം അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചേർത്തു. അവളുടെ കഴുത്തിൽ പതിയെ ഒന്ന് ചുംബിച്ചു. പിന്നെ ശ്വാസം ആഞ്ഞു വലിച്ചു. നിന്റെ ഈ മണം, ഞാൻ നിന്റെ അടുത്ത് വന്നത് എന്തിനാണെന്നാ കരുതിയത്? നിന്റെ ഈ മണം എവിടെ വെച്ചും ഞാൻ തിരിച്ചറിയും. അതൊരാൾക്കും ഉണ്ടാകില്ല, എൻ്റെ പെണ്ണിനല്ലാതെ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. പേടിച്ചു പോയോ? നിന്നെ ഞാൻ തിരിച്ചറിയില്ല എന്ന് കരുതി? അവൻ ചോദിച്ചു. ഇല്ല, എന്നെ കണ്ടെത്തുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എന്തിനായിരുന്നു ഈ കണ്ണുകളിൽ അത്രയും പിടപ്പ് ഞാൻ കണ്ടത്? അവൻ ചോദിച്ചു. അറിയില്ല, എനിക്ക് എന്താണെന്ന് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഒരു കാര്യം പറയട്ടെ? എന്താ? അവൾ ചോദിച്ചു. സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ കണ്ടിട്ട് കണ്ണെടുക്കാനേ തോന്നിയില്ല. നീ പടികളിറങ്ങി വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ പെണ്ണിനെ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ മുതലേ ഞാൻ നിന്നെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. സണ്ണി അവളുടെ മുഖം കൈക്കൊമ്പിളിൽ എടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലും കവിളിലും എല്ലാം ചുംബിച്ചു. പിന്നീട് അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിൽ ചെന്നതും അവൻ പതിയെ അവൻ്റെ നാവുകൊണ്ട് അവളുടെ ചുണ്ടിനെ ഒന്ന് തഴുകി. പിന്നെ 2 ചുണ്ടുകളെയും അവൻ അവൻ്റെ വായ്ക്കുള്ളിലാക്കിക്കൊണ്ട് നുണഞ്ഞു.
അപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത്. ഗൗരി പെട്ടെന്ന് അകന്നു മാറി. സണ്ണി കണ്ണുകൾ അടച്ച് അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു. എന്നിട്ട് പതിയെ കണ്ണു തുറന്ന് നോക്കി. തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് ഗൗരി. അവൻ്റെ മുഖത്ത് ദേഷ്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എടാ സണ്ണി, നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സെബിയുടെ ശബ്ദമാണ് കേട്ടത്. ഗൗരി ഒന്ന് ചിരിച്ചതും, ചിരിക്കണ്ട, ഇതിനുള്ള പകരം ഞാൻ വീട്ടിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോറ് തുറന്നു. മുന്നിൽ നിൽക്കുന്ന സെബിയെ കണ്ടതും എന്താടാ നിനക്ക് എന്ന് ചോദിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ദേഷ്യപ്പെടൽ കണ്ടതും, സോറി അളിയ, അത് ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു. എന്താ അവൻ ചോദിച്ചു. അവൻ അത് ആനന്ദിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് എത്താറായി എന്ന്. എന്തിന്? സണ്ണി ചോദിച്ചു. ഒരു മിനിറ്റേ, ഞാൻ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന്. എടാ, ഇപ്പോഴാ അവൻ പോലും അറിഞ്ഞത്, പിന്നെയാണോ എന്തിനാണെന്ന് എന്നോട് ചോദിക്കുന്നത്? അച്ഛനെന്ത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി സെബിയോടൊപ്പം റൂമിന് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങുമ്പോൾ അവൻ ഗൗരിയെ നോക്കി. ഞാൻ താഴെയുണ്ടാകും, ഡ്രസ്സെല്ലാം മാറിയിട്ട് വാ, അവൻ പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി. അവിടെ ആനന്ദ് ഇരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ആദിലക്ഷ്മിയുണ്ട്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവർ വരട്ടെ, സണ്ണി പറഞ്ഞു. എനിക്ക് ടെൻഷനൊന്നുമില്ല, പിന്നെ ചെറിയൊരു ഭയം അല്ലേ അളിയ? ആദികേഷ് പറഞ്ഞതും ആനന്ദ് അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കി. അതല്ല, ഇപ്പോൾ ഇവർ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വിളിച്ചറിയിക്കും. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് മുമ്പ് എല്ലാവരും അറിയും, ആനന്ദ് പറഞ്ഞു. സണ്ണി അനന്ത പത്മനാഭനെ നോക്കി. ശരി, തൽക്കാലത്തേക്ക് അവർ അറിയണ്ട. ഞാനും ഗൗരിയും അമ്മച്ചിയും അങ്ങോട്ട് പോയിക്കോളാം. അവർ പോയതിനു ശേഷം ഞങ്ങൾ വന്നോളാം. അത് മതി, സണ്ണി പറഞ്ഞു. എത്താറായി എന്നാണോ അവർ പറഞ്ഞത്? സണ്ണി ചോദിച്ചു. അതെ, ഇത് സത്യത്തിൽ എന്നോട് പറയാതെയുള്ള വരവാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദിലക്ഷ്മി വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇവളെ എൻ്റെ സഹോദരി വിളിച്ചപ്പോൾ ഇവൾ പറഞ്ഞിരുന്നു. ആനന്ദ് ലക്ഷ്മിയെ കനപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. സാരമില്ല, അവർ വരട്ടെ, നമുക്ക് നോക്കാം അല്ലേ അച്ഛ? സണ്ണി ചോദിച്ചു. അല്ലാതെ പിന്നെ. അപ്പോഴേക്കും ഗൗരി മുകളിൽ നിന്നും ഒരു ചുരിദാറും ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടു. ഗൗരി, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ആനന്ദിൻ്റെ ഫാമിലി വരുന്നുണ്ട്. അടുത്ത ദിവസം നമ്മൾ വച്ചിരിക്കുന്ന ഫംഗ്ഷന് എല്ലാവരും അറിഞ്ഞാൽ മതി നമ്മുടെ കാര്യം. അതുകൊണ്ട് മക്കളെ എടുത്തിട്ട് വാ, അമ്മച്ചിയോട് പറഞ്ഞേക്ക്. കിച്ചണിലുണ്ടെന്ന് തോന്നുന്നു. സണ്ണി പറഞ്ഞതും ഗൗരി കിച്ചണിലേക്ക് പോയി. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോസൊക്കെ പ്രശ്നമാക്കുമോ? അത് തൽക്കാലത്തേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്, സണ്ണി പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങളുടെ റൂമിലേക്ക് വെച്ച് ലോക്ക് ചെയ്യും. മക്കളുടെ കളിപ്പാട്ടങ്ങളും കുറേ സാധനങ്ങളും ആ റൂമിലുണ്ട്. ലോക്ക് ചെയ്തില്ലെങ്കിൽ അവരാരെങ്കിലും കാണും. അപ്പോഴേക്കും അമ്മച്ചിയും ഗൗരിയും അന്നക്കുട്ടിയും എല്ലാം വന്നു. ഇവരിവിടെ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. എന്തിനാ? എന്നായാലും ഇതൊക്കെ അവരറിയില്ലേ? ഇപ്പോഴേ അറിയട്ടെ, എന്താ കുഴപ്പം? ഞാൻ മക്കളെ വിടില്ല, അംബികാമ്മ പറഞ്ഞു. അതെ, മക്കളെ കൊണ്ടുപോകണ്ട, ഇവിടെ നിൽക്ക് ഗൗരി, എല്ലാവരും എല്ലാം അറിയട്ടെ, ആദിലക്ഷ്മിയും വന്ന് കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അതല്ല, നമ്മളിങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അറിഞ്ഞാൽ ഇവർ തന്നെ എല്ലാവരെയും വിളിച്ച് പറയും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു 2 ദിവസം, സണ്ണി പറഞ്ഞു. എന്ന് പോകും നിന്റെ അച്ഛനും അമ്മയും? ആദിലക്ഷ്മി ആനന്ദിനോട് ചോദിച്ചു. അറിയില്ലടാ, ഈ വരുന്നത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറയാതെയുള്ള വരവാണ്. അതുകൊണ്ട് എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ള വരവാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കണ്ടുപിടിക്കാം. വന്നതല്ലേ, നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുവരെ നിൽക്കട്ടെ. ഞാനും ഗൗരിയും അവിടെ നിന്നും ഞങ്ങളുടെ മക്കളടക്കം ഒരു സർപ്രൈസ് എൻട്രി തന്നെ കൊടുക്കാം. അതല്ലേ പൊണ്ടാട്ടി നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരിയെ ചേർത്ത് പിടിച്ചു. അവൾ ചിരിച്ചതേയുള്ളൂ. അവരെവിടെ എത്തിയെന്ന് അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം തന്നെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി താമസിച്ചാൽ അവർ ചിലപ്പോൾ ഇങ്ങോട്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരിയും ചേർത്ത് പിടിച്ച് നടന്നു. ആദിലക്ഷ്മിയുടെ കയ്യിൽ നിന്നും റോസ്മേരി കുഞ്ഞിനെ വാങ്ങി. എല്ലാവരും പുറത്തേക്ക് പോകുന്നത് കണ്ട് അംബികാമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. അംബികാമ്മയ്ക്ക് മാത്രമല്ല, ആ വീട്ടിലെ എല്ലാവർക്കും സങ്കടം തോന്നി. ഇത്രയും ദിവസം ഒച്ചയും അനക്കവും ഉണ്ടായിരുന്ന വീട് പെട്ടെന്ന് അനക്കമെല്ലാം പോയതുപോലെ അംബികാമ്മ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി. അവിടെ ചെന്നതും, എന്നാ ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം, ത്രേസിക്കുട്ടി ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോസ്മേരിയും സാന്ദ്രയും അങ്ങോട്ട് ചെന്നത്. എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു അവിടെ തന്നെ കൂടിയെന്ന്.
ഞാനും ദേ കുര്യച്ചൻ ചേട്ടനും ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ത്രേസ്യാമ്മ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വാങ്ങി. എന്നാലേ അധികം ബോറടിക്കേണ്ടി വരില്ല. ഗൗരി ചേച്ചിയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വേണ്ടി വരും. നല്ല പണിയുണ്ടാകും അന്ന്. എനിക്ക് പണിയെടുത്ത് നടുവേദന എടുക്കുന്നു എന്ന് പറയാതിരുന്നാൽ മതി, റോസ്മേരി പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞതും ആനന്ദിൻ്റെ വീട്ടുകാരുടെ കാർ മുറ്റത്തെത്തി. കാർ വന്നു നിന്നതും അതിൽ നിന്നും ആദ്യം കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആനന്ദിൻ്റെ അച്ഛൻ ഇറങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സഹോദരി ഭർത്താവും പുറകിലെ സീറ്റിൽ നിന്നും സഹോദരിയും അമ്മയും ഇറങ്ങി. ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ചുറ്റും ഒന്ന് നോക്കി. കൊള്ളാം അല്ലേ, ആനന്ദിൻ്റെ അമ്മ പറഞ്ഞതും. എന്നാലും തൃശ്ശൂർ ടൗണിലുള്ള വീടിൻ്റെ അത്ര വലിപ്പമില്ല. അത് കൊട്ടാരം പോലെയല്ലേ, അവൾ പറഞ്ഞു. അവിടെ കല്യാണം പ്രമാണിച്ച് വർക്ക് നടക്കുകയല്ലേ. അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ആ വീട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എന്തുണ്ടായിട്ട് എന്താ കാര്യം? നിന്റെ മകന് ബോധവും ബുദ്ധിയും കൊടുത്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അനന്തപത്മനാഭൻ ഒരിക്കലും തൻ്റെ മകളെ വെറും കൈയോടെ ഇറക്കി വിടില്ല, അതും ഈ വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയെ. അപ്പോഴാണ് അവൻ്റെ തത്വം. ശ്രീധരൻ മേടിക്കില്ല, പക്ഷേ ആർഭാടമായിട്ട് തന്നെ കല്യാണം നടത്തണമെന്ന് ഞാൻ പറയും. അത് അനന്തപത്മനാഭൻ്റെ അന്തസ്സിന് ചേർന്ന വിധം തന്നെയായിരിക്കും. നമ്മൾ പറയാതെ തന്നെ തരും. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ. ഇവൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ചിലപ്പോൾ അവൾക്കുള്ളതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ചാലും അതും കാര്യമില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ ഈ നാട്ടിൽ താമസിക്കും എന്നല്ലേ പറയുന്നത്. വയനാടുള്ള ടെക്സ്റ്റൈൽസ് അവനിടയ്ക്ക് വന്ന് നോക്കിയാൽ മതിയല്ലോ. ഇവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ നമ്മുടെ മകനെ നോക്കണ്ട, അവൻ ഇവരുടെ കൂട്ടത്തിലാകും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ ചെക്കനോട് വഴക്കിന് നിൽക്കരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അച്ഛൻ്റെയും മകളുടെയും പ്രവൃത്തി അവൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തിന് ഇങ്ങനെ ആർത്തി കാണിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ശരിയല്ലേ, ആവശ്യത്തിൽ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾക്ക്? അത് അവനും അവൻ്റെ പെണ്ണിനും അവൻ്റെ മക്കൾക്കുള്ളതല്ലേ, അമ്മ ചോദിച്ചതും. അപ്പോൾ പിന്നെ എനിക്കോ? ആനന്ദിൻ്റെ സഹോദരി അമൃതയാണ് ചോദിച്ചത്. നിന്നെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തതല്ലേ അമൃത? നിനക്ക് വേണ്ടതെല്ലാം നിന്റെ ഭർത്താവ് ശ്രീഹരി ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ നിന്റെ സഹോദരൻ്റെ ഭാര്യയുടെ സ്വത്തുക്കൾ കണ്ട് നീ ആഗ്രഹിക്കുന്നത്? നിനക്ക് വേണ്ടത് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ പറഞ്ഞതും. മതി, നിർത്ത്. നീയും അവൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഒരുപാട് സംസാരിക്കണ്ട. അനന്തപത്മനാഭൻ്റെ ഈ സ്വത്തും ഈ മുതലും കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് ഒരുക്കങ്ങൾ കൂട്ടിയത്, അതിനുവേണ്ടി മുൻകൈ എടുത്തതും. അതുകൊണ്ട് നിന്റെ മകൻ മാത്രം അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ആദികേഷ് പുറത്തേക്ക് വന്നത്. എന്താണ് വന്നിട്ട് അവിടെ തന്നെ നിങ്ങൾ നിന്ന് സംസാരിക്കുന്നത്? അകത്തേക്ക് കയറുവാ, എല്ലാവരും അകത്തുണ്ട്, അവൻ പറഞ്ഞു. വരാം മോനെ, ഞങ്ങൾ ചുമ്മാ ഈ വീട് ആദ്യമായിട്ട് കാണുകയല്ലേ, അതാ ഇങ്ങനെ നിന്നത്. അച്ഛനില്ലേ ഇവിടെ? അയാൾ ചോദിച്ചു. ഉണ്ടെങ്കിൽ അകത്തേക്ക് വരൂ. അല്ല, ആദിലക്ഷ്മി നാട്ടിലെത്തിയില്ലേ? സഹോദരി അമൃതയാണ് ചോദിച്ചത്. അവളെത്തി, അവളിവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അവളിവിടെ എത്തിയിട്ടും നമ്മളിവിടെ വന്നതറിഞ്ഞിട്ട് പോലും അവൾക്കൊന്ന് ഇറങ്ങി വരാൻ തോന്നിയില്ലല്ലോ, അമൃത അമ്മയുടെ ചെവിയിൽ പറഞ്ഞതും. അതിന് നമ്മൾ വരുന്ന കാര്യം നീ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇവിടെ ആരെങ്കിലോടും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറയാതെയല്ലേ വന്നത്? പിന്നെ എന്തിനാ ആ കൊച്ചിനെ കുറ്റം പറയുന്നത്? അമ്മ അമൃതയുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്കും അച്ഛനും സഹോദരി ഭർത്താവും അകത്തേക്ക് കയറി വന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കണ്ടു സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ ആരോടോ വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അനന്തപത്മനാഭനെ. അവരെ കണ്ടതും അനന്തപത്മനാഭൻ കൈകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. അവർ എല്ലാവരും വന്ന് ഇരുന്നു. അപ്പോഴേക്കും അംബികാമ്മ കിച്ചണിൽ നിന്നും വന്നു. എന്താണ് പറയാതെ പെട്ടെന്നൊരു വരവ്? വിളിച്ചു പറയായിരുന്നില്ലേ? ഇതിപ്പോൾ സർപ്രൈസ് ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അംബിക അവരുടെ അടുത്തേക്ക് ചെന്നു. ആദിലക്ഷ്മി ഇവിടെ ഇല്ലേ ആൻറ്റി? അവൾ ചോദിച്ചു. ഉണ്ട് മോളെ, അവൾ റൂമിലുണ്ടാകും, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് താഴെയുള്ള ഫോണിൽ നിന്നും ആദിലക്ഷ്മിക്ക് കോൾ ചെയ്തതും അനന്തപത്മനാഭൻ വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞ് ലാപ്ടോപ്പ് മാറ്റിവെച്ചു. എന്താടാ, താൻ ഒരു വാക്കുപോലും പറയാതെ പെട്ടെന്നുള്ള ഒരു വരവ്? അത് പിന്നെ മോള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇയാൾക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഒരുപാട് ബഹളം വയ്ക്കുന്നു. പിന്നെ മോളും പറഞ്ഞു ആദിലക്ഷ്മി കണ്ടിട്ട് കുറേ നാളായി കാണാമെന്ന്. പിന്നെ വിവാഹം അടുത്ത് വരികയല്ലേ, അങ്ങനെയാണെങ്കിൽ വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. മോളെവിടെ? അയാൾ ചോദിച്ചപ്പോഴേക്കും മുകളിൽ നിന്ന് പടികൾ ഇറങ്ങി ആദിലക്ഷ്മി വന്നു. മോളെ, സുഖാണോ നിനക്ക്?
എന്ന് ചോദിച്ചുകൊണ്ട് ആനന്ദിൻ്റെ അമ്മ ആദിലക്ഷ്മിയുടെ കൈ പിടിച്ചു. സുഖാണ് ആൻറ്റി എന്ന് പറഞ്ഞ് അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. അമ്മയെ മാത്രമാണ് ആകെക്കൂടി അവൾക്ക് ഇത്രയെങ്കിലും ഇഷ്ടമുള്ളത്. മറ്റാരെയും ആ വീട്ടിൽ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അവൾ നോക്കുമ്പോൾ അവളെ തന്നെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അമൃത. സുഖാണോ? ആദിലക്ഷ്മി ചോദിച്ചു. ആ, കുഴപ്പമില്ലാതെ പോകുന്നു, അവൾ പറഞ്ഞു. ആനന്ദ് മോള് വരുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവള് പറഞ്ഞ് ഒരു ദിവസം മോള് വിളിച്ചപ്പോൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഡേറ്റും പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ വരാമെന്ന് കരുതിയത്. അവനറിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം. അച്ഛൻ പറഞ്ഞു. അതിനി അങ്കിള് പറയണ്ട, ആനന്ദ് അറിഞ്ഞോളും. അകത്തേക്ക് വന്നുകൊണ്ട് ആദികേശ് പറഞ്ഞു. അവൻ പുറത്തുനിന്ന് ഫോണിൽ തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. ഫോൺ കോൾ കഴിഞ്ഞാണ് അകത്തേക്ക് വന്നപ്പോൾ ഈ സംസാരം കേൾക്കുന്നത്. മോനെ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ആനന്ദ് ഇവിടെയുണ്ടെങ്കിലേ എന്ന് പറഞ്ഞ് ആദിലക്ഷ്മിയെ നോക്കി. അവനെവിടെ? ആനന്ദ് ആദികേശ് ചോദിച്ചു. ഫോൺ കോളിലാണ്, എന്തോ ഒരു ഓർഡറിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, ആദിലക്ഷ്മി പറഞ്ഞു. അവൻ ഇവിടെയുണ്ടോ? ഞങ്ങളോട് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ല, ആനന്ദിൻ്റെ അമ്മ പറഞ്ഞു. ഞങ്ങളോടും പറഞ്ഞില്ല. ഇവൾ വരുന്നതിൻ്റെ അന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ചെയ്തത്, ഞാൻ എറണാകുളത്തുണ്ട്, അവളെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന്. അപ്പോഴേക്കും ജോലിക്ക് നിൽക്കുന്ന ചേച്ചി അവർക്ക് കുടിക്കാനുള്ള ജ്യൂസും സ്നാക്സും എല്ലാമായിട്ട് വന്നു. എന്നിട്ട് കല്യാണക്കാര്യം എന്നത്തേക്ക് നടത്താം എന്നാണ് അനന്ത തീരുമാനം? ആനന്ദിൻ്റെ അച്ഛൻ ചോദിച്ചു. നിങ്ങളുടെ ഒരു സൗകര്യം കൂടി നോക്കി പറഞ്ഞോളൂ, ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, അനന്ത പത്മനാഭൻ പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അന്ന് അവിടെ വെച്ച് എല്ലാവരോടും ഒരുമിച്ച് വിവാഹക്കാര്യവും മറ്റും പറയാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്, അനന്ത പത്മനാഭൻ പറഞ്ഞു. അതെയോ? എന്നാണ് വെഡ്ഡിങ് ആനിവേഴ്സറി? അയാൾ ചോദിച്ചു. 4 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. അന്ന് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിയുന്നത്, അനന്ത പത്മനാഭൻ പറഞ്ഞു. അത് എന്തായാലും ഒരുപാട് സന്തോഷമായി. അന്ന് തന്നെ മക്കളുടെ വിവാഹകാര്യവും നമുക്ക് എല്ലാവരെയും അറിയിക്കാം, അല്ലേ അനന്ത പത്മനാഭ? ആനന്ദിൻ്റെ അച്ഛൻ ചോദിച്ചു. അല്ല അച്ഛാ, ആദികേശിൻ്റെ കല്യാണവും ആദിലക്ഷ്മിയുടെ കല്യാണവും ഒരുമിച്ച് നടത്തിയാലോ? ആദികേശിൻ്റെ കല്യാണം രേഷ്മയുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നതല്ലേ? അപ്പോൾ ഇരു കൂട്ടർക്കും ഒരുമിച്ച് തന്നെ നടത്തിയാൽ പോരെ? അല്ലെങ്കിൽ ആദിലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നടക്കുമ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകില്ലേ? 2 പ്രാവശ്യമായിട്ട് എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ ഇതാവുമ്പോൾ ഒറ്റപ്പന്തലിൽ തന്നെ ആർഭാടമായിട്ട് നമുക്ക് എല്ലാവരെയും വിളിച്ച് ഗ്രാൻഡായിട്ട് തന്നെ ഈ പരിപാടി നടത്താം, ആനന്ദിൻ്റെ സഹോദരി പറഞ്ഞതും. അതിൻ്റെ ആവശ്യമില്ല, ആദ്യം ആദിലക്ഷ്മിയുടെ നടക്കട്ടെ, എൻ്റെ വിവാഹകാര്യം പിന്നെ ആലോചിക്കാം, ആദികേശ് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.